കണ്ണൂർ ഫിലിം ചേംബറിന്റെ മുൻ പ്രസിഡന്റും കണ്ണൂർ ബാറിലെ പ്രമുഖ അഭിഭാഷകനും തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ശ്രീ പ്രമോദ് കാളിയത്ത് അവരെ ഹാർദവമായി വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കൂട്ടം കലയെ സ്നേഹിക്കുന്ന, കല മനസ്സിൽ ഒക്കെ സൂക്ഷിക്കുന്ന ഒത്തിരി പേരുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്നത്, ആദ്യം സ്വീകരിക്കുക, നിങ്ങളോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമായി എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായി നമ്മുടെ സുരേഷ് പടിഞ്ഞാറക്കരയെ അഭിനന്ദിക്കുന്നു. എനിക്ക് ഈ കഥ നേരത്തെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ആകാംക്ഷയോടുകൂടി എനിക്ക് ഈ പടം കാണാൻ പറ്റും. നിങ്ങളിൽ പലർക്കും ഈ കഥ അറിയുന്നവരാണ്. ഒരു പക്ഷേ പലർക്കും കഥ അറിയുന്ന ഒരാള് ഒരു പടം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തത ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു അനുവാചകൻ എന്നതിൽ ഒന്നും അറിയാതെ ഒരു പടം കാണുമ്പോൾ ആ പടത്തെ നിരീക്ഷിക്കുന്നത് ഒരു വളരെ സന്തോഷപ്രദമാണ്. ഒരു പക്ഷെ നമുക്ക് കഥ ഇങ്ങനെ പോണു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു ആകാംക്ഷയുടെ കുറവ് അനുഭവപ്പെടില്ല. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആണ് ഞാൻ ഈ പടം കണ്ടിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തില് ചരിത്രത്തിനുപരിയായിട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ, ഒരുപാട് പുരാണങ്ങളിലൂടെയാണ് നമ്മുടെ ചരിത്രം കടന്നു പോകുന്നത്, നിലനിൽക്കുന്നത്. നമ്മുടെ ഐതിഹ്യങ്ങൾ അറിയുന്നതോടെയാണ് നമ്മുടെ ചരിത്രം നമ്മൾ അറിയുന്നത്. നമ്മൾ ഒരുപാട് കഥകളിലൂടെയാണ് നമ്മുടെ ചരിത്രം നിൽക്കുന്നത്. ഇവിടെ സുരേഷ് പടിഞ്ഞാറക്കരയിൽ ഈ ഐതിഹ്യത്തെ, ഈ ചരിത്രത്തെ നമ്മിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ചരിത്ര രചനയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ ചരിത്രം കൂടിയാണ്, നമ്മുടെ ആദ്യ ചരിത്രം കൂടിയാണ്. ആ ഒരു ചരിത്രമാണ് സിനിമ എന്ന മാധ്യമത്തിലൂടെ അദ്ദേഹം സന്നിവേശിപ്പിക്കുന്നത്. ഇതൊരു ചാലഞ്ച് കൂടിയുണ്ട്. ഐതിഹ്യത്തെ പിൻപറ്റി അല്ലെങ്കിൽ നാട്ടിൽ പാടി പതിഞ്ഞ ഒരു കഥയെ ഒരു കലാരൂപമാക്കി മാറ്റുമ്പോഴുണ്ടാകുന്ന ഒരു ചാലഞ്ച് ഉണ്ട്. അത് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ കാണുമ്പോഴും, ഒരു സിനിമ എടുക്കുന്ന ആളെന്ന നിലയിലും, ഡയറക്ടർ എന്ന നിലയിലും ആ ചാലഞ്ച് ഏറ്റെടുക്കേണ്ടി വരുന്നു. നമുക്ക് പലപ്പോഴും അറിയാം, ടി വാസുദേവനാരൊക്കെ നമ്മുടെ രണ്ടാം ഊഴം എന്ന ഒരു രചന നിർവഹിച്ചിട്ടുണ്ട്. അതില് അദ്ദേഹം ഭീമനെ അവതരിപ്പിക്കുന്നതും ഒരു പുതിയൊരു ഭീമനെയായിട്ടാണ്. നമ്മൾ മഹാഭാരതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലേക്ക് സന്നിവേശിച്ച ഒരു ഭീമനെയെല്ലാം നമുക്ക് പിന്നീട് രണ്ടാം ഊഴം വായനയിലൂടെ നമ്മൾ ഭീമനെ കാണുന്നത്. ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഭീമൻ അതില് പിന്നെ മഹാഭാരതത്തില് ഒരു വലിയ കഥാപാത്രമായി, ഒരു കേന്ദ്ര കഥാപാത്രമായി ടി വാസുദേവനാർ പ്രതിഷ്ഠിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ രണ്ടാം ഊഴം വായിച്ചു പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടായി. എങ്ങനെയാണ് ഇദ്ദേഹം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതേമാതിരി ഈ ചാലഞ്ച് നമ്മൾ ചതിയൻ ചന്തുവായിട്ട് മാത്രം നമ്മൾ മനസ്സിൽ പതിഞ്ഞൊരു കഥ, അതിനെ മറ്റൊരു ചന്തുവായിട്ടാണ് ടി നമ്മിലേക്ക് ചിത്രരൂപത്തിലേക്ക് നമ്മൾ സന്നിവേശിക്കുന്നത്. അത് നമ്മള് പാടിപ്പതിഞ്ഞ് നമ്മുടെ ഐതിഹ്യത്തിൽ നമ്മുടെ മനസ്സിലോ പേരോടി ഒരു കഥയെ അത് തന്നെ പകർത്തുമ്പോഴുണ്ടാവുന്ന ഒരു ചാലഞ്ച്, അതൊരു വ്യത്യസ്തമായ ചാലഞ്ചാ. അത് നേരെ അടങ്ങപ്പടി പറഞ്ഞു തരുമ്പോൾ അത് ആ ഓഡിയൻസിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കരുതൽ, ഒരു വിദ്യ നമുക്ക് ഉണ്ടാവേണ്ടി വരും. പ്രത്യേകിച്ച് ഇതിന്റെ സംവിധായകൻ എന്ന നിലയിൽ
ഇത്തരം ഒരു മാറ്റവും ഇല്ലാതെ കാണിക്കുന്നത്. അതൊരു ഒരു കയ്യൊതുക്കം അത്തരം ഒരു രംഗത്തിന് ആവശ്യമുണ്ട്. ഈ ഒരു ഐതിഹ്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴുണ്ടാകുന്നത് നമ്മുടെ ചരിത്രത്തോടുള്ള നീതി പുലർത്താൻ കഴിയുന്നതാണ്. നീതി പുലർത്തുകയാണ്. നമ്മുടെ ചരിത്രം നമ്മുടെ ജനങ്ങളിലേക്ക്, ഈ വരുന്ന തലമുറയിലേക്ക് വളരെ കൃത്യമായിട്ട് ഇതാണ് നിന്റെ ചരിത്രം എന്ന് പറയാൻ, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചരിത്ര പുസ്തകമായിട്ട് ഈ തേറമ്മ ആവുമെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കഥ അറിയുന്ന ആളെന്ന നിലയിൽ നമ്മൾ പിന്നെ ഈ ചിത്രത കാണുമ്പോൾ ഒരു വിമർശകന്റെ ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഇരിക്കുക. ആ കഥ അങ്ങനെ പോകുന്നു, അത് തെറ്റിപ്പോയാലും മറ്റേതായിരിക്കും, അത്തരം ഒരു വിമർശകന്റെ ബുദ്ധി. പക്ഷെ കഥ അറിയാതെ നമ്മൾ മുന്നോട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ വളരെ ഒരു അനുഭവം, അത് ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. ആ ഒരു വ്യത്യസ്തമായ അനുഭവം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ തേറമ്മയുടെ യാത്ര. ഈ കാസർഗോഡിന്റെ ഒരു പഴയ ചരിത്രത്തിലേക്കുള്ള യാത്ര അത് വിസ്മയിപ്പിക്കുന്നതാണ്. ഇതിൽ പിന്നെ ഒരുപാട് കലാകാരന്മാർ ഒരുപക്ഷെ ആ പിന്നെ ജോത്സ്യം പറയുന്ന രംഗത്ത് വെറുതെ ഇരിക്കുന്ന, വെറുതെ ഞാൻ ഇൻവേർട്ടർ കോമിൽ പോലെയാണ്, ആ ഇരിപ്പിൽ പോലും ഒരു അഭിനയമുണ്ട്, ഒരു അഭിനയ തികവുണ്ട്. വളരെ ചില ആളുകൾ ഒരു നമ്മള് ഇത്തരം പിന്നെ കാര്യങ്ങളിൽ നമ്മളും അനുഭവത്തിൽ നമുക്കറിയാം. ഈ പ്രശ്നങ്ങളും മറ്റൊക്കെ പോകുന്ന പറഞ്ഞാല് വെറുതെ ഒന്നും എവിടെയോ പോകുന്ന സമയത്ത് കയറി നിൽക്കുന്ന തരത്തില് ഒരു അലസ ഭാവത്തോടെ നിൽക്കുന്ന ചില ആളുകൾ വളരെ ഒരു അലസതയോട് നമ്മുടെ ഒരു ബാധിക്കുന്നില്ലേ നിങ്ങൾ പറഞ്ഞോളി എന്ന് പറയുന്ന ആ ഒരു ഇതില്ല. ചില ആളുകളെ വളരെ നമ്മൾ സൂക്ഷ്മം ശ്രദ്ധിച്ചത് കാണും. ചില ആളുകൾ അതൊരു വെറുതെ കൈകടിയിരിക്കുന്നുള്ള ആ ഒരു തലം വരെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത് വളരെ സൂക്ഷ്മമായിട്ട് നമുക്കതില്ലേ കാണാൻ പറ്റും. അത് ആ കലാകാരന്റെ അപ്പോഴും തോന്നുന്ന, ആരാ തോന്നിക്കുന്ന മനുഷ്യന്റെ എന്തോ സംഭവമായിരിക്കും, ആ തോന്നിക്കുന്ന സംഭവങ്ങളാണ്. അതുപോലും ആ ഇതില് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ആ രംഗത്തിലെ ഓരോ സംഭവത്തിലും ആ ഒരു മിന്നലാട്ടം, കലയുടെ മിന്നലാട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ കലാകാരന്മാർ ഞാൻ അറിഞ്ഞിട്ടുള്ളതും ഒരാള് മാത്രമാണ് ഒരു പ്രൊഫഷണൽ കലാകാരൻ എന്ന രീതിയിൽ ആൾ മറ്റുള്ളവരുടെ പുതിയ കലാകാരൻ ഉള്ള പ്രകടനമാണ്. അതില് കേന്ദ്ര കഥാപാത്രത്തിന് പറയുന്നില്ല, ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അദ്ദേഹം അതിനെ മുന്നോട്ട് നയിക്കും. ആ എക്സ്പ്രഷനും പിന്നെ ഡയലോഗിന്റെ അവതരണമൊക്കെ തന്നെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ ഒരു ചെയ്യുന്ന ഇതിൽ പോലും ആ ഒരു തികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ തേറമ്മയുടെ ഒരു വലിയ സംഭവമായിട്ട് തേറമ്മയാക്കുന്ന ഒരു അനുഭവം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇതിലും സാധാരണ നമുക്കറിയാം ഡോക്യുമെന്ററി പടങ്ങളുണ്ട്, അതുപോലെ ഈ ഷോർട്ട് ഫിലിം ഉണ്ട്, അതിൽ സാധാരണ സിനിമയുണ്ട്. ഇതിൽ പലപ്പോഴും നമ്മൾ ഇത്തരം കലാരൂപങ്ങൾ പഴയ ഐതിഹ്യങ്ങളെ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് പലപ്പോഴും ഇതൊരു ഡോക്യുമെന്ററി ആയിട്ട് മാറാറുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഡോക്യുമെന്ററിക്ക് ഒരു വ്യസതയുണ്ട്, നമുക്കറിയാം. എന്താ പറയാൻ നമുക്കറിയാം, അത് കാണാൻ വലിയ പലപ്പോഴും നമ്മൾ സിനിമയിൽ ഡോക്യുമെന്ററി എല്ലാം കാണുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആള് കൊട്ടയന്റെ ഉള്ളിലേക്ക് കയറുക. നമുക്ക് കാണാൻ പറ്റും അത്ര പേര് തിരിഞ്ഞു പറഞ്ഞ് കളിച്ചിട്ട്. അപ്പം ഇത്തരം പടങ്ങൾ എടുക്കുമ്പോൾ ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാടിപ്പറിഞ്ഞ ഒരു നാടിന്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകും. ഇത് ഡോക്യുമെന്ററി ആയിട്ട് അങ്ങ് താണുപോകാൻ, ഡോക്യുമെന്ററി കുറവെന്നല്ല പറയുന്നത്, ഡോക്യുമെന്ററിന്റെ ചില വികലതകളിലേക്ക് പോകാനുള്ള സാധ്യത അതൊന്നും ഈ ഒരു തേറമ്മ അവതരിപ്പിച്ചതിൽ കാണുന്നില്ല. അതൊരു മികവ് തന്നെയാണത്. വളരെ ഫോട്ടോഗ്രാഫിയാണ്, ഗ്രാൻഡ് ഫോട്ടോഗ്രാഫി. ആ ഫോട്ടോഗ്രാഫി ഓരോ ആ ഷോട്ട് പോന്നെ അത് ചില ഷോട്ട് നമ്മള് പിന്നെ പുലർത്തെ തമ്പ്രാൻ വരുന്ന ഷോട്ടില് ഉയർന്ന പിന്നെ കവുങ്ങ്, ആ കവുങ്ങിന്റെ വലിപ്പം നീട്ടം അത് വലിപ്പാണ്. ആ ഒരു ആ കാലത്തിന്റെ വലിപ്പം, ആ ഒരു നാടിന്റെ വലിപ്പം, അതിന്റെ ജന്മീന്റെ വലിപ്പം, ആ വലിപ്പത്തിന്റെ അത് പ്രതിരൂപ. ആ വലിപ്പം കാണിച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ കാണിക്കുന്നത്. പിന്നെ കൗങ്ങിനൊന്ന് കാണിച്ചാൽ തന്നെ അറിയേണ്ടതൊക്കെ വരാൻ സംഭവിക്കുന്നതാണ്. അത് ഒരു വളരെ വൃത്തിയായിട്ട് അവതരിപ്പിക്കുക. ആ ഫോട്ടോഗ്രാഫിന്റെ ഒരു സുഖത നമ്മള് ചില നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ തലമുറ ഭരതന്റെ പടങ്ങളിലും കാണാൻ പറ്റും.
ഒരു രംഗം ഇങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ കാണിക്കുന്ന ആ ഷോട്ടിലൊരു കഥ പറയും. അത് ഇന്നത് വരുന്ന ഇന്നത് സംഭവം ഇന്നാ. പിന്നെ അങ്ങനെ അത് വരുമ്പോക്ക് കഥ പൂർത്തിയായി. അവിടെ നമ്മൾ നെടുപണി വേണം മറ്റുള്ളതൊക്കെ വന്നു വരുന്നു. അതിനകത്ത് ഇവര് കാണുന്ന ആ ചെറിയ ഷോട്ട് തന്നെ ഈ കഥാപാത്രമായിട്ട് അങ്ങനെ സന്നിവേശിപ്പിച്ചിരുന്ന അങ്ങനത്തെ ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് ഈ തേറമേല് കാണുന്നുണ്ട്. ഞാൻ ആ ചെറിയ ഇതിൽ അയച്ചാൽ പണ്ട് പിന്നീട് ഈ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ മികവ് ചില ഇതെന്നാണെന്ന് ഉള്ള എനിക്ക് ഡൗട്ട് തോന്നിയാലും ഇത് കണ്ടപ്പോൾ സംഗതി പൂർത്തിയായി. ഈ ചെറിയ ഒരു ഇതിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന രസം ഇതിലൊക്കെ കാണുമ്പോൾ അതിന്റെ വലിയ രസമായിട്ട് ഒരു കടന്നു പോകുന്നുള്ളതാണ്. ചില ഡയലോഗുകളൊക്കെ വളരെ രസമാണ്. പിന്നെ പ്രശ്നം നോക്കുന്ന സമയത്ത് സംഭാഷണങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ കുട്ടി ചോദിക്കുന്നത് തെറമയോ അതായത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡയലോഗ്. അത് ഒരു യുവതി ചോദിക്കുന്ന ഒരു പെൺകുട്ടി ചോദിക്കുന്നതല്ല, അതൊരു കാലത്തിന്റെ ചോദ്യമാണ്, ഒരു പുതിയ തലമുറയുടെ ചോദ്യമാണ്. അതാണ് ഒരുപാട് ആളുണ്ട് ഈ ചോദ്യം ആർക്കും ചോദിക്കാം, അറിയാത്ത ആർക്കും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്നത് പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയുടെ പ്രതീകമാണ് ആ പെൺകുട്ടിയായിട്ട് അവതരിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഇതില് കടന്നു വരുന്നുള്ള അത് വളരെ ശ്രദ്ധിച്ചിട്ട് ഡയലോഗ് പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിയാണ്, ആ ചെറിയ കുട്ടിയാണ്, പുതിയ തലമുറയാണ് പറയേണ്ടതെന്നുള്ളൊരു തീരുമാനം. അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴുണ്ടാകുന്ന സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഒരു ഇതാണ്. അത് പുതിയ തലമുറയുടെ ശബ്ദമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ തേറമ്മയുടെ എൻട്രി അത് നല്ല രസമായിട്ടാണ്. അതിലെ പിന്നെ ഗാനങ്ങൾ നാരായണെന്ന് പറഞ്ഞുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ രാജേഷും മറ്റൊരു കുട്ടിയും പാടിയ ആദ്യത്തെ രാജേഷ് പാടുന്നത് അത് ആ കാട് തേറമ്മ വരുമ്പോഴത് കാടിന്റെ ഒരു പശ്ചാത്തലത്തോടു കൂടിയാണ് തേറമ്മയുടെ എൻട്രി വരുന്നത്. നേരത്തെ മറ്റേ കവിങ്ങനെ കാണുന്ന ഇത് കാടിന്റെ ഒരു പശ്ചാത്തലത്തോട്. അപ്പൊ ആ കാടിന്റെ കാട് ഒരു പഴമയുടെ ഒരു സിംബലാണ്. ആ സിംബൽ കൊണ്ടാണ് അത് പഴയ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇത്. അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ ഈ പടം വരുന്നത് പറഞ്ഞാൽ പഴയ പറയും വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് ഒരു പോക്കുണ്ട്. ആ ഒരു പോക്ക് നമുക്ക് ഈ ഇതിന്റെ രാഗത്തുകയിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ചെറിയ കുട്ടി ഞെട്ടുന്ന ഒരു സംഭവം കാണിച്ചത് വളരെ ഉഷാറായിട്ടുണ്ട്. അവിടെ കുട്ടിക്ക് നമുക്ക് ഇതിൽ കാണുമ്പോൾ അത് ശരിക്കും അത് അനുഭവപ്പെട്ടില്ല. പക്ഷേ ആ സ്ക്രീനിൽ കുറച്ചും കൂടി സ്ക്രീനിലായിട്ട് വരുന്ന ശരിക്കും മുഖത്ത് നല്ല എക്സ്പ്രഷൻ തന്നെ മതി ആ ഭീകര രംഗത്തെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ആ കുട്ടിക്ക് മുഖം കഴിഞ്ഞിട്ടുണ്ട്. അത് ആ രംഗത്ത് ആ ദുഷ്ടതകൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് അത് വളരെ വ്യക്തമായിട്ട് ആ സ്റ്റാർട്ടിങ് തന്നെ അത് കാണിക്കാൻ പറ്റി എന്നുള്ള കുട്ടി ഉപദ്രവിക്കുന്ന രംഗത്ത് ആ ഒരു കാലത്തെ ശരിക്കും അത് ഒപ്പിയെടുക്കുന്ന ഒരു ചെറിയ രംഗം വരുന്നു, അപ്രത്യക്ഷമാവുന്നു. അത് നമ്മുടെ ഐതിഹ്യത്തിന്റെ ഒരു സ്വഭാവമാണ്. അത് രസമുള്ള സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും നമുക്ക് ഏതെല്ലാം ഒരു ലോകത്തേക്ക് കടന്നു പോകാൻ പറ്റും. അവര് കുട്ടിയെ കാണിക്കുന്നു, ആ അമ്മയെ പിന്നെ കാണുന്നില്ല. അതൊക്കെ നമ്മളെ ഭാവനയുടെ ഒരു മഹാലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഐതിഹ്യത്തിന്റെ ഒരു സ്വഭാവമാണ്. നമ്മുടെ ഒരു ആദിത്യ മര്യാദ, ഭാരതത്തിന്റെ ഒരു ആദിത്യ മര്യാദ, ഒരു മലബാറിന്റെ ആദിത്യ മര്യാദ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടേതായ നമ്മുടെ സംസ്കാരത്തിന്റെ സംസ്കൃതിയുടെ ഒരു ആദിത്യ മര്യാദ. ഒരു വെള്ളം തരുമെന്ന് പറഞ്ഞാൽ ആ പറയുന്നത് അവര് വെള്ളം തരുന്നോ മറ്റുമല്ല, കീറിയിരിക്കാനാ പറയുന്നത്. ആരും അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഇന്നത്തെ കാലത്തൊന്നും പറ്റാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒരാള് പിന്നെ കിടന്ന് മരിക്കാൻ റോഡിൽ കിടക്കുമ്പോഴും നമ്മൾ ഓടി രക്ഷപ്പെടും, ഇത് എന്റെ പേടിക്കായി കൊണ്ടാന്ന് പറഞ്ഞു. ഈ ഒരു കാലത്ത് ആ കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം തരുമോ, ഒത്തിരി വെള്ളം തരുമോ എന്ന് പറയുമ്പോ കീറിയിരിക്കുക എന്ന് പറഞ്ഞ് പിന്നെ പണ്ടത്തെ പലയിട്ടിട്ടല്ലേ നിങ്ങൾ എന്താ പറയുന്നത്, പലയിട്ട് ഇരുത്തിക്കൊണ്ട് അവർക്ക് പിന്നെ ഭക്ഷണം നൽകുന്ന ഒരു ആതിഥ്യം മര്യാദ. പണ്ടത്തെ കാലത്ത് നമ്മൾ പറയണം അതിഥി അത് ദൈവം തന്നെയാണ്. നമുക്ക് ഇത് കാണാൻ പറയുന്നു. കാരണം ദൈവത്തിന്റെ അവതാരമായിട്ടാണ് വരുന്നത്. അതിഥി ദൈവമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചതും ഇവിടെ ആ അതിഥിനെ സൽക്കരിക്കുന്നതും ദൈവം തന്നെയാണ്. അതിഥി വരുന്നത് ദൈവം തന്നെയാണ്. ആ അതിഥിയെ, ആ ദൈവത്തെ തിരിച്ചറിയാൻ ആ അമ്മക്ക്
കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരം ഒരു ആദിത്യ മര്യാദ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കുട്ടികൾ വരുന്ന ആ കുട്ടികളും ആ മറ്റേ മോനും അവൻ വരുന്ന അതിലാ പിന്നെ നമ്മുടെ ഡ്രസ്സും അതിനെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മള് പഴയ കാലത്ത് മുട്ട് മറക്കൂല. അന്നത്തെ കാലത്ത് ആ ഒരു മറ്റോ മുട്ട് മറക്കുക, നമ്മൾ മുട്ട് മറക്കാൻ പാടില്ല. ആ മുട്ട് മറക്കാണ്ട് ആ ഡ്രസ്സിങ് കൊണ്ടുവരിക എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിക്കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം വെള്ളം എടുക്കുന്ന സമയത്ത് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ആ ചിരട്ടയാണ് അന്നത്തെ കാലത്ത് ചിരട്ട ഉപയോഗിച്ച് അതെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് പഴയകാലത്തിന്റെ ഒരു പ്രതാപം എന്ന് പറയാം. ചിരട്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിലല്ല. അത് ആ ജന്മീന അവതരിപ്പിക്കുന്നത് ആ സമയത്ത് ആ ജന്മി വരുമ്പോഴേ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വളരെ ടച്ചിങ്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ കേട്ടാൽ നമുക്ക് ആ ഒരു ഭീകരത, ആ മനുഷ്യൻ ആ ഒരു എന്താ പറയാ ഒരു വലിയൊരു സംഭവം വരുന്നുണ്ട് എന്ന് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പലപ്പോഴും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വളരെ കൃത്യമായി വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ ഒരു കാലത്തിന്റെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മളെ ഭരിക്കുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ വാട്സപ്പിൽ ഒന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേസാണ്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ തമ്പ്രാനോട് പറയുന്ന ഒരു ഡയലോഗ് ശ്രദ്ധിക്കുക. തമ്പ്രാന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഈ തമ്പ്രാന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് പറയാനുള്ള ആ ഒരു ആഡിത്തോ ആ ഒരു കാലത്തുണ്ടായിരുന്നു. അത് നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് തമ്പ്രാന്റെ മുന്നിൽ ഓച്ചാനം ചേർക്കാൻ വരെ ചെരുപ്പ് വെക്കുന്ന കാലത്താണ്. അന്നത്തെ കാലത്ത് തമ്പ്രാന്റെ ഉപ്പും ചോറും തിന്നിട്ട് കൊണ്ട് തമ്പ്രാൻ ഇത് നിങ്ങളെ കയ്യിരിപ്പോണ്ടാ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നത് പറയാനുള്ള ഊറ്റം അത് ആ കാലത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാല് വലിയ സംഭവമാണ്. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇല്ലാത്തതും പഴയ കാലത്ത് നന്മയാണ്. ഒരു അധികാരിയെ ചോദ്യം ചെയ്യുന്ന അധികാരിയെ തിരുത്താൻ അയാൾ കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കും ഇത് ആളുകൾ പറയുന്നില്ല ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഈ പിന്നെ സ്ത്രീയായി കാണുമ്പോൾ തന്നെ അതിന്റെ ചെല്ലെടുക്കും അതൊക്കെ മുറുക്കി തുപ്പണം. അത് അവിടെ ഒരു സിമ്പിൾ ഉണ്ട്. ഈ മുറുക്കി തുപ്പാന്ന് പറഞ്ഞവർക്ക് അത് സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മറ്റൊന്ന് രംഗം കാണിക്കണ്ട, പറയണ്ട. ജസ്റ്റ് ആ മുറുക്കി തുപ്പുന്നത് രംഗം കാണിച്ചാൽ മതി. കാണിച്ചാൽ തന്നെ അറിയാം. ആ തുപ്പുന്ന ഒച്ച കേട്ടാൽ അറിയാം ഇത് പിന്നെ എന്നാ ബാക്കി എന്താന്നുള്ളത്. അവിടെ സിമ്പിളാണ്, അത് പ്രതീകമാണ്. അങ്ങനെയുള്ള പ്രതീകങ്ങൾ വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് അത് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടിമയുടമയുടെ സ്വഭാവം ഈ പിന്നെ കാര്യം ഈ തീവ്രമായിട്ട് വന്നിട്ട് ഒരു കാര്യമായിട്ട് പറയാന്ന് പറയുമ്പോൾ തന്നെ ഗേരി ഒഴിക്കുക. ആ ഒരു അടിമയുടമയുടെ ആ ഉടമയുടെ സ്വഭാവം ഞാൻ എല്ലാവരും പിന്നെ അടിക്കണം ആ ഒരു ഭാവം വളരെ വൃത്തിയായിട്ട് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡയലോഗുകൾ ഭയങ്കര ഗ്രാൻഡ് ഡയലോഗ്. ആ തെക്ക് നിന്ന് വന്ന് നിന്നെ തെക്കോട്ടെടുക്കാം രണ്ടും ആ ഇതിൽ നല്ല ഡയലോഗ് വൃത്തിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ പിന്നെ തെറമയുടെ ഒരു ഡയലോഗ് മടിക്കുത്ത് പിടിക്കുമ്പോൾ പിന്നെ നിനക്ക് ജാതിയൊന്നും ഇല്ലെന്നുള്ള അത്തരം ഡയലോഗ് വളരെ കുറിക്ക് കൊള്ളുന്ന ഇന്നും വളരെ സാങ്കത്യമുള്ള ഡയലോഗുകളാണ്. അതൊക്കെ വളരെ വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഓരോ ഷോട്ടും നമുക്ക് പിന്നെ വേർതിരിഞ്ഞിട്ട് അങ്ങനെ മാറി നിൽക്കുന്ന ഒരു തോന്നിയിട്ടില്ല. എപ്പോഴും ആ ഷോട്ട് കൃത്യമായിട്ട് വേറെ പുതിയൊരു സംഭവമാണെങ്കിലും അത് വളരെ ഇഴുകി ചേർന്ന് കടന്നു ഷോട്ടുകൾ തമ്മില് അതൊരു പിന്നെ മാജിക് ആയിരിക്കും ആ സംഭവം. അങ്ങനെ നടക്കുക അത് ഈ തേറമേല് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഈ സംഭവം ഈ കഥയുടെ വളരെ കടന്നു പോവുകയും അത് ഇന്നിലേക്ക് എത്തുന്ന ഒരു സംഭവം വൃത്തിയാക്കുന്നത് ഇങ്ങനെയാണ്. അതങ്ങനെ അവസാനിപ്പിച്ചിട്ട് പോകുന്ന ഒരു സംഗതി അതിൽ നിന്നുള്ള അല്ലെങ്കിൽ അന്ത്യത്തിലേക്ക് അതിൽ മന്തിയും തമ്മിലുള്ള ഒരു അടുപ്പം ഇഴയടുപ്പം അതൊക്കെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ തമ്പ്രാൻ കേന്ദ്ര കഥാപാത്രത്തെ അഭിനന്ദിക്കുന്നു. ഗ്രാൻഡാക്കാൻ തേറമയെ ഗ്രാൻഡാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തേറമയായിട്ടും പിന്നെ അവതരിപ്പിച്ച തേറമയെ അഭിനന്ദിക്കുന്നു. ജോത്സ്യൻ യഥാർത്ഥ നമ്മുടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ജോത്സ്യൻ തന്നെയാണ്.
കൃത്യമായിട്ടത് ആ പറച്ചിലും കാര്യവും നമ്മൾ അറിയുന്ന ജ്യോത്സ്യം തന്നെയാണ്. നമ്മോടൊപ്പം ജീവിച്ച ജ്യോത്സ്യൻ, കുട്ടികൾ, കുഞ്ഞിപ്പെണ്ണ് ഒക്കെ തന്നെ അതിനുപയോഗിച്ച ഡ്രസ്സുകൾ, കറുത്ത ഡ്രസ്സ് ഇട്ട് അതൊരു കറുപ്പ് ഒരു പ്രതിഷേധത്തിന്റെ ഒരു ശബ്ദവും പ്രതിഷേധത്തിന്റെ കളറും കൂടിയാണ്. DMK എല്ലാം കറുപ്പ് ഉപയോഗിക്കാൻ വെക്കുന്നത് അതുകൊണ്ടാന്ന് പറയാറുണ്ട്. ആ കറുപ്പ് അങ്ങനെയാണ്, അത് പ്രതിഷേധത്തിന്റെ, നമ്മുടെ വേദനയുടെ ഒക്കെയുള്ള ഒരു കളറാണ്, ശബ്ദമാണ്. അതൊക്കെ കറുപ്പിന്റെ ഉപയോഗം നമുക്ക് പല രംഗങ്ങളിലും അതിങ്ങനെ കടന്നു പോകുന്നത് കാണാൻ പറ്റും. ഒക്കെയുള്ള ഒരു സിംബലുകളുടെ ചിന്ത, നമുക്ക് പ്രതീകത്തിന്റെ ധ്വനി ഇവിടെ കർമ്മില് ഒരുപാട് പ്രതീകങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമ്മളറിയുന്നത് ഈ കഥയൊന്നും അറിയാതെ നമ്മൾ മുന്നേക്കും. ഞാനിതൊരു ആസ്വാദകന്റെ ഭാഗത്തിന് മാത്രമേ സാധനം കണ്ടു. ഇപ്പം കാണുമ്പോൾ ഈ എഴുതി വെച്ച സംഗതി അത് ഒരു വീണ്ടും ഒരുപാട് നിങ്ങളിലേക്ക് ഉണ്ടാവും. നിങ്ങൾ തന്നെ അഭിനയിച്ചവര്, അവതരിപ്പിച്ചവര്, നിങ്ങൾക്കും ഒരുപാട് പറയാനുണ്ടാവും. തെറമയെ തന്നെ അഭിനന്ദിക്കുന്നു. തെറമ നിങ്ങളുടെ ഈ കൂട്ടായ്മയെ, മുഴുവൻ ടീമിനെ, ലൈറ്റ് അടിച്ച കുട്ടിയടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതിൽ ഒന്നിച്ചെന്ന് വാഹനം ഓടിച്ചിട്ട് ആളെത്തിച്ചത്, ഇങ്ങനെ ഓരോ ലൊക്കേഷനിൽ പോകുന്നത്, ആ ലൊക്കേഷനിൽ ഓരോ സമയത്ത് എത്തിക്കുന്നതും ഒക്കെ പലതും ഒരുപാട് ആളുകളുടെ ഇതിലൊരു ഈ സിനിമയെന്ന മാധ്യമത്തിന്റെ ഒരു സുഖത, ഒരുപാട് ആളുകളുടെ വലിപ്പം ഒന്നിച്ച് കൂട്ടാൻ പറ്റും. ഒരുപാട് ഒരാളുടെ കഴിവുകൾ, ഒരുപാട് ആളുകളുടെ കഴിവുകൾ ഒന്നിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവമാണ്. ഒപ്പം തന്നെ അതിന്റെ നമ്മുടെ ടെക്നിക്കൽ ഫിറ്റ്നസ്, ഇന്നത്തെ കാലത്തുള്ള ടെക്നിക്കൽ സംഭവങ്ങളും, പുതിയ ഡബിങ് നമ്മൾ നടത്താൻ പറ്റും, അതിന് ശബ്ദത്തിൽ വ്യതിയാനം വരുത്താൻ പറ്റും, ഒക്കെ ചെയ്യുന്ന ഈ സംഭവം ഇതെല്ലാം കൂടി ഒന്നിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഈ സിനിമ. ആ ഷോർട്ട് ഫിലിമിന് അത്തരം ഒരു സിനിമ അവതരിപ്പിക്കാനും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഒരു ചരിത്രമായിട്ട് കൊണ്ടുവരാനും സുരേഷ് പടിഞ്ഞാറക്കരക്ക് കഴിഞ്ഞു. സുരേഷിനെ മുഴുവൻ ടീമിനുമുള്ള അഭിനന്ദനം തന്നെയാണ് സുരേഷിലേക്ക് കടന്നു പോകുന്നത്. കാരണം ആ കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണ് സുരേഷിലൂടെ ഇവിടെ എത്തുന്നത്. ഏതായാലും ഇത്തരമൊരു ഗ്രാൻഡ് ഫംഗ്ഷനിൽ വളരെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ വീണ്ടും നിലനിൽക്കട്ടെ. ഇത് തേറമ്മയുടെ പേരിൽ തന്നെ അറിയപ്പെടട്ടെ. തേറമ്മയുടെ ഈ കൂട്ടായ്മക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എന്നെ ഈ ഒരു നല്ല പരിപാടിയിൽ ക്ഷണിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നൊന്നും ഈ ഒരു പറയാനുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ, ഇത്തിരിക്കാം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ മുഴുവൻ നമ്മൾക്ക് തന്നെ കലാകാരന്മാർക്കും ഇതിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഒക്കെ നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.